അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്ന, യേശു തൊട്ട, യേശു വന്ന, യേശു തൊട്ടാൽ പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. ദൈവത്തിന്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കർത്താവ് ചിലരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന അത്ഭുത സൗഖ്യങ്ങളാണ്. ആദ്യമായിട്ട് ഹസീനയാണ് പറയുന്നത്. ഈ സിസ്റ്ററിന്റെ ലൈഫിൽ കർത്താവ് ചെയ്ത നന്മ എത്ര വലുതാ. സിസ്റ്റർ പറയുന്നത് തൻ്റെ മകൾക്ക് തലവേദനയെ തുടർന്ന് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായത് മകളുടെ തലച്ചോറിൽ ക്യാൻസർ ആണെന്നാണ് മനസ്സിലായത്. 15 ദിവസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഒരു സർജറി ചെയ്തു. പക്ഷെ ഇതിലൊന്നും തനിക്കൊരു കാര്യമായ മാറ്റമുണ്ടായില്ല. ഒരു കണ്ണിൻ്റെ കാഴ്ച പോയി, ശരീരം തളർന്നു, ഫുഡ് കഴിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്കായി. ഡോക്ടേഴ്സ് ആ മകളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. എന്നാൽ അവർ ആയിരിക്കുന്ന സമയത്ത് കർത്താവ് അവരെ പാലക്കാട് ചർച്ചിലേക്ക് കൊണ്ടുവന്നു. സഭ ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഈ കുടുംബം പറയുന്നത് ആ മകളുടെ കണ്ണിൻ്റെ കാഴ്ച മടങ്ങി വന്നു. ആ തളർന്ന സ്ഥിതിയിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് വന്നു. താനിപ്പോൾ ആ കുഞ്ഞിപ്പോൾ ആരോഗ്യത്തോടായിരിക്കുന്നുവെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. കൈവിട്ടു പോയെന്ന് പറയുന്ന ആ സ്ഥിതിയിൽ നിന്നും ആ വീടിനെ കർത്താവ് തിരികെ കൊണ്ടുവന്നു. ഒരു കുഞ്ഞിൻ്റെ സ്വപ്നം നഷ്ടമായിടത്തു നിന്നും കർത്താവ് ആ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. നിങ്ങളോടും കർത്താവ് സംസാരിക്കുകയാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നിടത്ത് കർത്താവിൽ ആശ്രയിച്ചാട്ടെ. അവൻ നിങ്ങളെ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കിക്കൊണ്ടുവരും, ആരോഗ്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവരും, ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരും, നന്മയിലേക്ക് മടക്കിക്കൊണ്ടുവരും. നമുക്ക് ഈ സാക്ഷ്യമൊന്ന് കാണാം. ക്യാൻസർ ആയിരുന്നു തലയിൽ. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ തിരിച്ചുവിട്ടതാണ്. ഒന്നുമില്ല, കഞ്ഞി പോലെ കുട്ടിക്ക് ഇറങ്ങാണ്ടായിരുന്നു. സിസ്റ്റർ കണ്ണ് നിറഞ്ഞ കരച്ചിലോടുകൂടെയാ ഇത് പറയുന്നേ. എനിക്ക് മനസ്സിലാവും. നമുക്കറിയാം, ഒരു കുഞ്ഞിന്റെ ശരീരം തളർന്നു പോകുക എന്ന് പറയുമ്പോൾ ആ വീട്ടിലുണ്ടാകുന്ന പ്രയാസം എത്ര വലുതാണെന്ന്. ചർച്ച്, പാലക്കാട് ചർച്ച് ഹാളിൽ കൊണ്ടുവന്നു. കുട്ടി രക്ഷപ്പെട്ടു. എനിക്ക് നടക്കാൻ തുടങ്ങി, കണ്ണിക്ക് കാഴ്ച വന്നു, നല്ലപോലെ കഴിക്കാൻ തുടങ്ങി, സ്കൂളിൽ പോകാൻ തുടങ്ങി. ഇപ്പൊ കുട്ടി നോർമലാണ്. വേദനയോടെ ആണെങ്കിലും പറയാം, ഈ കുഞ്ഞ് മാറ്റപ്പെടേണ്ട സാഹചര്യത്തിൽ ഇന്ന് നമ്മുടെ മുമ്പിൽ ആരോഗ്യത്തോടെ ആ മോൾ ഇരിക്കുന്നു. സാക്ഷ്യം പറയാൻ നമ്മോട് കൂടെ ആയിരിക്കുന്നത് പ്രിയ ഹസീന സിസ്റ്ററാണ്. ഹസീന സിസ്റ്ററിന്റെ മകളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയൊരു അത്ഭുതമാണ്. സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞത് കാഴ്ചയ്ക്ക് പ്രയാസങ്ങളുണ്ടായി, മകൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പ്രയാസങ്ങളുണ്ടായി. അങ്ങനെ ഒത്തിരി പ്രയാസത്തോടെ ഭാരപ്പെടുകയായിരുന്ന കുഞ്ഞിനെ ദൈവം അത്ഭുതകരമായി സൗഖ്യമാക്കിയ ഒരു അസാധാരണ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാനായി പോകുന്നത്. സാക്ഷ്യവുമായിട്ട് കുഞ്ഞും അതുപോലെ സിസ്റ്ററും നമ്മുടെ കൂടെ ആയിട്ടുണ്ട്. പറഞ്ഞാട്ടെ സിസ്റ്ററെ, എങ്ങനെയാണ് നമ്മുടെ ചർച്ചിൽ കടന്നു വരുന്നതെന്ന് പറയാമോ? ഞാൻ കുട്ടിക്ക് വയ്യാണ്ട് കൊണ്ടുപോയി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ തിരിച്ചുവിട്ടതാണ്. എന്ത് പ്രയാസമായിരുന്നു മോക്ക്? ക്യാൻസർ ആയിരുന്നു തലയിൽ, ബ്രെയിനിൽ ക്യാൻസർ ആയിരുന്നു. അതുകൊണ്ട് തൃശ്ശൂർ ആശുപത്രിക്ക് MRI എടുക്കാൻ പറഞ്ഞു. MRI ഡോക്ടർ പറഞ്ഞു ഇനി കൊണ്ടുവരണ്ട, തിരിച്ച് കൊണ്ടുപോയിക്കോളേം പറഞ്ഞു. അങ്ങനെ പിറ്റത്തെ ആഴ്ച ചർച്ച്, പാലക്കാട് ചർച്ച് ഹാളിൽ കൊണ്ടുവന്നു. കുട്ടി രക്ഷപ്പെട്ടു. ഇപ്പൊ
കുട്ടി നോർമലാണ്. ഇപ്പൊ കുട്ടി നോർമലാണ്. കൈകളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാൽ സ്കൂളിൽ പോകാൻ തുടങ്ങി കുട്ടി. സ്കൂളിൽ പോകാൻ തുടങ്ങി. സിസ്റ്റർ പറഞ്ഞപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞുപോയി. എന്നാൽ സാക്ഷ്യത്തിന്റെ തീവ്രത വളരെ ഇന്റൻസ് ആണ്. സിസ്റ്റർ പറയുന്നത് 2019 കുഞ്ഞിന് ഒരു തലവേദന ഉണ്ടായതല്ലേ? തലവേദന ഉണ്ടായെ തുടർന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു. ഏത് ഹോസ്പിറ്റലാണ് കാണിച്ചത്? തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് കാണിച്ചത്. അപ്പൊ ചെക്കപ്പ് ചെയ്തിട്ട് അവർ പറഞ്ഞോ ക്യാൻസർ ആയിരുന്നു? ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു തലയിൽ ക്യാൻസർ ആണ്. നീ 15 ദിവസം അവിടെ കിടത്തിയിട്ട് നീ രക്ഷപ്പെടില്ല, വീട്ടിൽ കൊണ്ടുപോയി നിങ്ങളുടെ പ്രാർത്ഥന കുട്ടി രക്ഷപ്പെടുള്ളൂ പറഞ്ഞു. എത്ര ദിവസം കിടത്തിയായിരുന്നു ആശുപത്രി? 15 ദിവസം ആശുപത്രി കിടത്തിയായിരുന്നു. എന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, വീട്ടിൽ തിരിച്ചു കൊണ്ടുപോയിക്കോളേം പറഞ്ഞു. ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വീട്ടിലോട്ട് തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു. വീട്ടിൽ കൊണ്ടുവന്നു. പിറ്റത്തെ ആഴ്ച പാലക്കാട് ചർച്ചിൽ കൊണ്ടുവന്നു. ഓക്കെ ഓക്കെ. ഈ ഇടുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാലൻസ് വേറെ ഒന്നും, കഞ്ഞി പോലെ കുട്ടിക്ക് ഇറങ്ങാണ്ടായിരുന്നു. ഓക്കെ. സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ക്യാൻസറിന്റെ പ്രയാസം കാരണം ഒരു സർജറി കഴിഞ്ഞു, എന്നിട്ടും പൂർണ്ണമായത് മാറിയില്ല. അതിനെ തുടർന്ന് കുഞ്ഞിന് കാഴ്ച നഷ്ടപ്പെടാൻ ഇടയായിത്തീർന്നു. അതുപോലെ ശരീരം മുഴുവനായി തളർന്നുപോയി. നമുക്കറിയാം, ഒരു കുഞ്ഞിന്റെ ശരീരം തളർന്നു പോകുക എന്ന് പറയുമ്പോൾ ആ വീട്ടിലുണ്ടാകുന്ന പ്രയാസം എത്ര വലുതാണെന്ന്. ആ പ്രയാസത്തിലായിരിക്കുമ്പോൾ കാഴ്ച നഷ്ടമായി, ശരീരം തളർന്നു, ക്യാൻസർ ബ്രെയിനിൽ സ്പ്രെഡായി. ആ അവസ്ഥയിലാണ് നമ്മുടെ പാലക്കാട് ചർച്ചിൽ വരുന്നത്. എത്ര നാൾ മുമ്പാണ് പാലക്കാട് ചർച്ചിൽ വരുന്നത്? 2 വർഷമായി വരാൻ തുടങ്ങിയിട്ട്. സിസ്റ്റർ സാക്ഷ്യത്തിൽ എഴുതി തന്നത് ഇങ്ങനെയാണ്, ആദ്യ സമയങ്ങളിലെല്ലാം തുടർമാനമായി ചർച്ചിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് കിടത്തുമായിരുന്നു. എന്നിട്ട് എല്ലാ ലീഡേഴ്സും അതിനുവേണ്ടി പ്രാർത്ഥിക്കും, വരുന്ന ശുശ്രൂഷകർ പ്രാർത്ഥിക്കും. ഇപ്പോൾ അതിനുശേഷം എന്താണ് കുഞ്ഞിന് മാറ്റങ്ങൾ കാണാൻ തുടങ്ങിയത്? കണ്ണിക്ക് കാഴ്ച വന്നു, എനിക്ക് നടക്കാൻ തുടങ്ങി, നല്ലപോലെ കഴിക്കാൻ തുടങ്ങി, സ്കൂളിൽ പോകാൻ തുടങ്ങി. ആമേൻ. ഇപ്പൊ കുഴപ്പമൊന്നും നോർമലാണ്. കരങ്ങൾ അടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞേ. ഇതൊരു അസാധാരണ സാക്ഷ്യമാണ്. കാരണം സിസ്റ്റർ പറയുന്നത് കാഴ്ച നഷ്ടപ്പെട്ടു, ലീഡേഴ്സ് എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന്റെ ഫലമായി കാഴ്ച തിരികെ വന്നു എന്നാണ് പറയുന്നത്. തീർന്നില്ല, ആ കുഞ്ഞിന്റെ നടുവിന് മാത്രമേ ചെറിയ ചലനം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? എന്നാൽ കിടപ്പിലായി പോയ ആ മോളെ അത്ഭുതകരമായി ദൈവം എഴുന്നേൽപ്പിച്ചു നടത്താൻ ഇടയായി തീർന്നു. ഇത് അസാധാരണമാണ്. പാലക്കാട് സഭയിൽ ദൈവം ചെയ്ത വലിയൊരു ദൈവപ്രവൃത്തിയാണ്. ഹല്ലേലൂയ. ജോൺ ബ്രദറും ലീഡേഴ്സും മാറി മാറി കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് സിസ്റ്ററിന്റെ വിശ്വാസം വളരെ ഇഷ്ടപ്പെട്ടു. 2 വർഷത്തോളം തുടർമാനമായി ചർച്ചിൽ വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ സിസ്റ്റർ വിട്ടുകൊടുത്തില്ല. ദൈവം ഒരു അത്ഭുതം ചെയ്യുന്നത് വരെയും അതിനു വേണ്ടി തന്നെ നിലകൊണ്ടു. എന്നാൽ സിസ്റ്റർ പറയുന്നത് ഇപ്പോൾ ക്യാൻസറും ഇല്ല, എല്ലാം നോർമലാണ്. കരങ്ങളടിച്ച് എല്ലാവരും കർത്താവിന് നന്ദി പറഞ്ഞേ. അസാധാരണമായ ഒരു അത്ഭുതമാണ് നമ്മൾ പാലക്കാട് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. സിസ്റ്റർ വളരെ ധൈര്യത്തോടെ, ഞാൻ ലീഡേഴ്സിനോട് ചോദിച്ചു, സിസ്റ്റർ സാക്ഷ്യം പറയാൻ വില്ലിങ് ആണോ? സിസ്റ്റർ പറഞ്ഞത്, ഞാൻ എവിടെ വേണമെങ്കിലും എന്റെ സാക്ഷ്യം എന്ന് പറയാം. എന്റെ കുഞ്ഞിന് ദൈവം അത്ഭുതമാണ് ചെയ്തത്, എനിക്കൊരു മടിയും ഇല്ല, ഇത് യേശു തന്നെയാണ് ചെയ്തത്. സിസ്റ്റർ കണ്ണു നിറഞ്ഞ് കരച്ചിലോടുകൂടെയാ ഇത് പറയുന്നേ. എനിക്ക് മനസ്സിലാവും. സിസ്റ്റർ പറഞ്ഞാട്ടെ, എത്രത്തോളം ഇപ്പോ യേശുവിൽ ഒരു ഉറപ്പും ധൈര്യവും ഒക്കെ ഉണ്ടല്ലേ? ലീഡേഴ്സ് എല്ലാം സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചു. വലിയ വലിയ കാര്യമാണ് ദൈവം ചെയ്തത്. ഇന്ന് അവൾക്ക് വേറെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ, ഫുഡ് കഴിക്കുന്നതിനോ സ്കൂളിൽ പോകുന്നതിനോ. എത്ര വയസ്സുണ്ട് അവൾക്ക് ഇപ്പോ? 2.5 വയസ്സ് ഉണ്ടായതാണ്. ഓക്കെ, ഇപ്പോൾ 7 വയസ്സായി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സ്കൂളിൽ പോകാൻ തുടങ്ങി. ഇത് എങ്ങനെ പറ്റിയത് മൊത്തം ചോദിക്കാൻ തുടങ്ങി ഞങ്ങളെ കൊണ്ട്. ഇതെങ്ങനെ പറ്റിയത് നാട്ടുകാർ മുഴുവൻ ചോദിക്കാൻ തുടങ്ങി. ഓക്കെ, പിന്നെ ഹോസ്പിറ്റലിലെ ചെക്കപ്പിനൊന്നും പോയില്ലേ? പിന്നീട് പോയില്ല. എല്ലാവർക്കും ഇതൊരു അതിശയമാണ്. തിരിച്ചുവിട്ടത് വരണ്ടാ പറഞ്ഞു ആശുപത്രിക്ക്. ഇനി വരണ്ടെന്ന് ആശുപത്രി പറഞ്ഞതാണ്. എന്നാൽ സിസ്റ്റർ പള്ളിയിലേക്ക് വന്നു. പ്രതീക്ഷകൾ അസ്തമിച്ച സ്ഥലത്ത് യേശു ഒരു പുത്തൻ പ്രതീക്ഷയായി സിസ്റ്റർ ജീവിതത്തിലേക്ക് കടന്നു വന്നു. നമ്മൾ കേൾക്കുന്നത് ജീവനുള്ളൊരു സാക്ഷ്യമാണ്. ഒരുപക്ഷെ വേദനയോടെ ആണെങ്കിലും പറയാം, ഈ കുഞ്ഞു മാറ്റപ്പെടേണ്ട സാഹചര്യത്തിൽ ഇന്ന് നമ്മുടെ മുമ്പിൽ ആരോഗ്യത്തോടെ ആ മോൾ ഇരിക്കുന്നു. അത്ഭുതകരമായ വിടുതലിന് വേണ്ടി കരമടിച്ചെല്ലാവരും ഒന്ന് കർത്താവിന് നന്ദി പറഞ്ഞേ. മോൾ എത്രയില്ല സിസ്റ്റർ ഇപ്പൊ പഠിക്കുന്നത്? 1ാം ക്ലാസ്സിലാണ്. അവളിപ്പോ എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആണ് അല്ലേ? സംസാരിക്കുന്നതിലൊന്നും യാതൊരു പ്രയാസവും ഇല്ല. ഓക്കെ, സിസ്റ്ററിന്റെ വീട്ടുകാരൊക്കെ എന്തോ പറയുന്നേ ഇത് കേട്ടിട്ട്? വീട്ടുകാർക്ക് എല്ലാം വിശ്വാസമാണ് യേശു ചെയ്തതാണ്. ഓക്കെ, ജോൺ ബ്രദറിനെ കണ്ടു പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നോ ഈ വിഷയത്തിന് വേണ്ടി? അന്ന് ജോൺ ബ്രദറും പ്രാർത്ഥിച്ചിരുന്നു. ആമേൻ. ഒരു അത്ഭുതം നമ്മൾ കാണാനിടയായി. കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹസീന സിസ്റ്ററാണ് നമ്മുടെ മുമ്പിൽ സാക്ഷ്യമായിട്ടായിരിക്കുന്നത്. ഈ യേശു ഇന്നും ജീവിക്കുന്നു. ഈ മോളുടെ ജീവിതത്തിൽ ഇത് ചെയ്ത ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിലും ചിലത് ചെയ്യാം. കർത്താവ് ഒരു വ്യക്തിയെ രോഗത്തിൽ നിന്നും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു വ്യക്തിയുടെ ലൈഫിൽ സാമ്പത്തിക നന്മയെ കൊണ്ടുവന്നു. അല്ലെങ്കിൽ ജോലി ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ, നിരാശയിലായിപ്പോയ സാഹചര്യത്തിൽ, തൻ്റെ സ്വപ്നങ്ങൾ
പ്രതീക്ഷകൾ നഷ്ടമായ സാഹചര്യത്തിൽ തന്നെ അതിലേക്ക് ബലപ്പെടുത്തുവാനിടയായി. ഇത് അതുല്യാണ് കൊല്ലങ്കോട് നിന്ന് സാക്ഷ്യം പങ്കുവെക്കുന്നത്. ഈ സിസ്റ്റർ പറയുന്നത് 2023 താൻ സെൻട്രൽ പോലീസ് ഫോഴ്സിൽ ടെസ്റ്റ് എഴുതി പാസ്സായി. എന്നാൽ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ലാസ്റ്റ് ലെവൽ എത്തിയപ്പോഴേക്കും താൻ അതിൽ ഫെയിലായിപ്പോയി. വളരെ നിരാശയോടെയും വേദനയോടെയും താൻ ആയിരിക്കുമ്പോൾ 2024 മീറ്റിങ്ങിൽ കടന്നു വന്നു. എന്നാൽ ബ്രദർ ആ വ്യക്തിയോട് ദൂത് പറഞ്ഞു, 5 മാസത്തിനുള്ളിൽ നിനക്ക് അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ തനിക്കൊരു ജോലി ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്നാൽ അടുത്ത ടെസ്റ്റിൽ താൻ പോയി വീണ്ടും അറ്റൻഡ് ചെയ്തു. ആ ടെസ്റ്റ് പാസ്സായി. എന്നാൽ അതോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന ഫിസിക്കൽ ടെസ്റ്റ് ലാസ്റ്റ് ലെവൽ വരെയും താൻ അത്ഭുതകരമായി ജയിക്കുവാനിടയായി. അതിലെല്ലാം പാസ്സാകുവാനിടയായി. തനിക്ക് ജോലി ലഭിച്ചു. എന്നാൽ അതേപോലെ തന്നെ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ശ്വാസമുട്ടലിനും കർത്താവ് വിടുവിക്കുവാനിടയായി. പല ടെസ്റ്റുകളും മാറി മാറി ചെയ്തിട്ടും പ്രതീക്ഷയില്ലാതായിരിക്കുന്നവരോടാണ് ഇന്നത്തെ ഈ സാക്ഷ്യം. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചിലത് സംസാരിക്കുമ്പോൾ അത് എല്ലാ നാമത്തിനും മുകളിലായിരിക്കുന്ന നാമമാണ്. ചില അത്ഭുതങ്ങളെ നിങ്ങൾക്ക് അനുഭവിക്കുവാനായി കഴിയും. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഇനി എനിക്കത് ലഭിക്കത്തില്ല, ഞാനതിൽ ക്വാളിഫൈഡ് അല്ല, ആരും എനിക്ക് റെക്കമെൻഡ് ചെയ്യാനില്ല, ഒരു കരവും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല എന്ന നിരാശയിലാണ് നിങ്ങളായിരിക്കുന്നെങ്കിൽ ഇന്നത്തെ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും വെളിച്ചം കത്തട്ടെ, ദൈവത്തിൻ്റെ പ്രകാശം പരക്കട്ടെ. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം. ഈ വരുന്ന സെപ്റ്റംബറിന് മുമ്പ് ഈ മോളുടെ സ്ഥിതിയെ അങ്ങ് മാറും കേട്ടോ. ജോൺ ബ്രദർ എന്നെ വിളിച്ച് ഇങ്ങോട്ട് ദൂത് പറഞ്ഞു, ഒരു 4-5 മാസത്തിനകം ജോലിയിലേക്ക് കയറുന്നുള്ള പറഞ്ഞു. ഇവൾക്ക് ശ്വാസം മുട്ടൽ വരും. നിനക്ക് 12 വയസ്സ് മുതൽ തുടങ്ങിയതായത്. മീറ്റിംഗ് പങ്കെടുത്തപ്പോ 1 വർഷം കഴിഞ്ഞ് ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ ശ്വാസം മുട്ടൽ വന്നിട്ടില്ല. നിന്റെ പഠനം നിന്നുപോയതിന്റെ കാരണം നിന്റെ ആരോഗ്യമില്ലായ്മയാണ്. എന്തെങ്കിലും ഉണ്ടായാലേ ഇനി നിന്റെ ഫ്യൂച്ചർ ഉള്ളൂ. റിസൾട്ട് വന്നു, ലിസ്റ്റിലുണ്ടായിരുന്നു, ഫിസിക്കലും മെഡിക്കലും കഴിഞ്ഞു. സിസ്റ്റർ എന്ത് ചെയ്യുന്നു ഇപ്പോ? ഞാൻ ഇപ്പൊ സെൻട്രൽ പോലീസിൽ വർക്ക് ചെയ്യാം. പ്രിയ അതുല്യ സിസ്റ്ററാണ്. സിസ്റ്റർ കൊല്ലങ്കോട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഭാവിയിൽ ദൈവം ചെയ്ത വലിയൊരു അത്ഭുതമാണ്. തൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ കർത്താവ് ചെയ്തൊരു അസാധാരണ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ കുഞ്ഞുനാൾ മുതൽ തന്നെ അലട്ടിയിരുന്ന ചില രോഗങ്ങളും ചില പ്രയാസങ്ങളും ഈ സിസ്റ്ററിനുണ്ടായിരുന്നു. അതിൽ നിന്നും ദൈവം ചെയ്ത വിടുതലുകൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കാനായി പോകുന്നു. അതുല്യ സിസ്റ്ററെ പറയാമോ, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കൊല്ലങ്കോട്. സിസ്റ്റർ എന്ത് ചെയ്യുന്നു ഇപ്പോൾ? സെൻട്രൽ പോലീസിൽ വർക്ക് ചെയ്യാം. സെൻട്രൽ പോലീസിൽ വർക്ക് ചെയ്യുകയാണ്. ഓക്കെ, എന്ത് ആവശ്യത്തോടെയാണ് ചർച്ചിലോട്ട് കടന്നു വന്നത്? ഞാൻ 2024 തൃശ്ശൂർ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. 24 ഒരു ഏപ്രിൽ മാസത്തില്. അപ്പോ ജോൺ ബ്രദർ എന്നെ വിളിച്ച് ഇങ്ങോട്ട് ദൂത് പറഞ്ഞു, ഒരു 4-5 മാസത്തിനകം ജോലിയിലേക്ക് കയറുന്നുള്ള പറഞ്ഞു. ജോലി പ്രാർത്ഥിക്കാനായിരുന്നോ സിസ്റ്റർ വന്നത്? ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്ത് ജോലിക്കാ ശ്രമിച്ചുകൊണ്ടിരുന്നേ? ഞാൻ ഈ ഫോഴ്സിൽ തന്നെയായിരുന്നു ഇഷ്ടം. സെൻട്രൽ ഫോഴ്സിൽ തന്നെയായിരുന്നു ഇഷ്ടം. ഓക്കെ. അപ്പൊ 2023 എനിക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എക്സാമും ഫിസിക്കലും മെഡിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഫൈൽ മെറിറ്റ് ലിസ്റ്റ് ഔട്ട് ആയതായിരുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ട് ഭയങ്കര സങ്കടത്തിലായിരുന്നു. അപ്പൊ 2024 ഏപ്രിൽ മാസത്തിൽ പങ്കെടുത്തു. അപ്പോ ജോൺ ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു 5 മാസത്തിനകം ജോലിയിലോട്ട് കയറും. 5 മാസത്തിനകത്ത് ജോലിയിലോട്ട് കയറുമെന്ന് ബ്രദർ അങ്ങോട്ട് പറഞ്ഞു. ഓക്കെ. പിന്നെ എനിക്കൊരു ഇതുപോലെ ഒരു 3 മാസത്തിനകം റിസൾട്ട് വന്നു, ലിസ്റ്റിലുണ്ടായിരുന്നു, ഫിസിക്കലും മെഡിക്കലും കഴിഞ്ഞു. ഞാൻ ജനുവരിയിൽ കയറി. ഇതിപ്പോ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലീവിന് വന്നിരിക്കുകയാണ്. ഓക്കെ, ലീവിന് വന്നപ്പോ സാക്ഷ്യം പറയാനായിട്ട് പാലക്കാട് വന്നതാണ്. കൈകൾ അടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞേ. കഴിഞ്ഞ 2024 ഏപ്രിൽ മാസത്തിൽ നടന്ന ഒരു അത്ഭുതമാണ്. സിസ്റ്റർ ജോലിയുടെ ഭാരത്തോടെ ചില കാര്യങ്ങൾ നടക്കാതിരുന്നപ്പോൾ വളരെ ഭാരത്തോടെയാണ് നമ്മുടെ മീറ്റിങ്ങിൽ കടന്നു വരുന്നത്. എന്നാൽ ജോൺ ബ്രദർ അങ്ങോട്ട് ദൂത് പറയാൻ ഇടയായി തീർന്നു. പറഞ്ഞ ദൂത് ഇങ്ങനെയാണ്: 4-5 മാസത്തിനകത്ത് നിനക്ക് ജോലിയുടെ വിഷയത്തിൻ്റെ മേലൊരു അത്ഭുതം ഉണ്ടാകും, ഒരു ജോലിയിലേക്ക് നീ പ്രവേശിക്കുമെന്ന് പറഞ്ഞിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. സിസ്റ്റർ സെൻട്രൽ ഫോഴ്സിൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. സിസ്റ്റർ പറയുന്നത് ഇങ്ങനെയാണ്: ജനുവരി മാസത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സിസ്റ്റർ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലിയിലേക്ക് പ്രവേശനം നടത്തി. ഇപ്പോൾ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ലീവിനിടയിലാണ് സിസ്റ്റർ സാക്ഷ്യം പറയാൻ നമ്മോട് കൂടെ ആയിരിക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. കറുത്ത ചുരിദാറിട്ട് മോളെ, നീ ചെറുപ്പോ? നിനക്ക് എത്ര വയസ്സുണ്ടോ? 25. നിനക്ക് ചെവിക്ക് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ നീ പറയില്ലെന്ന്. പക്ഷെ നിനക്ക് ചെവിക്ക് പ്രശ്നമുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഉണ്ടെന്ന്. എൻ്റെ കാരണം
നിനക്ക് ചിലപ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകും. ഉണ്ട്. നിനക്ക് ശ്വാസം മുട്ടലിനോടൊപ്പം നിന്റെ ചെവി വന്നങ്ങ് അടയും. അങ്ങനെയല്ലേ? അദ്ദേഹം പറഞ്ഞു നിനക്ക് ചെവിക്ക് പ്രശ്നം ഉണ്ടെന്ന് ചോദിച്ചാൽ നീ പറയും ഇല്ലെന്ന് പറയും. പക്ഷേ നിനക്ക് ചെവിക്ക് പ്രശ്നം ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഉണ്ടെന്ന്. കാരണം ഇവൾക്ക് ശ്വാസം മുട്ടൽ വരും. നിനക്ക് 12 വയസ്സ് മുതൽ തുടങ്ങിയതായത്. മോളെ എങ്ങനെയാണോ? നീ സ്കൂളിൽ പോകാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിന്റെ പഠനം നിന്നുപോയതിന്റെ കാരണം നിന്റെ ആരോഗ്യമില്ലായ്മയാണ്. മോളെ പറ. ഞാനൊരു ചലഞ്ചിങ് വേർഡ് പറയട്ടെ. മോളുടെ പേരെന്താ? യേശു കർത്താവ് ഇന്നും മോളെ സൗഖ്യമാക്കും. നിങ്ങളൊന്ന് കൈയടിക്കാത്ത ഒരു ആമേൻ പറയാത്ത? അതുല്യയുടെ ശ്വാസകോശങ്ങൾ സൗഖ്യമാകുകയാ. നിങ്ങളിവിടെ നോക്കിക്കേ, 24 വയസ്സുള്ള, എത്ര, 26, 25 വയസ്സുള്ള ഒരു ആരോഗ്യത്തോടെ ഇരിക്കേണ്ട, പക്ഷെ ഇവൾക്ക് പല കാര്യങ്ങൾക്കും ആരോഗ്യമില്ല. ഈ 2 പ്രധാന പ്രശ്നങ്ങൾ ഇന്ന് സൗഖ്യമാവും. എന്നാൽ നീ വന്നത് നിന്റെ അതിനേക്കാൾ മുമ്പിലുള്ളൊരു പ്രശ്നമാണ്. നിന്റെ ഫിനാൻഷ്യലായ കാര്യങ്ങളിലും നിനക്ക് ജോലിയില്ലായ്മ എന്ന് പറയുന്നതിലും ഒത്തിരി തകർന്നായിരിക്കുന്നേ. എന്തെങ്കിലും ഉണ്ടായാലേ ഇനി നിന്റെ ഫ്യൂച്ചർ ഉള്ളൂ. ഒരു തരി സ്വർണം വീട്ടിലില്ല. അപ്പോൾ ഒരു വിവാഹം ഒന്ന് ആലോചിക്കാമെന്നോ നിന്റെ കാര്യങ്ങളൊന്ന് ചിന്തിക്കാമെന്നോ വിചാരിച്ചാൽ സാധിക്കത്തില്ല. ഞാൻ ഇവളോടൊരു ദൂത് പറയട്ടെ. ഈ വരുന്ന സെപ്റ്റംബറിന് മുമ്പ് ഈ മോളുടെ സ്ഥിതിയെ അങ്ങ് മാറും കേട്ടോ. കർത്താവ് അത്ഭുതപൂർവമായൊരു ഡെലിവറൻസ് ഈ മോളുടെ മേൽ വെക്കുക. ഇവൾക്ക് ഈ ഇടയായിട്ട് ഒരു പ്രശ്നമുണ്ട്. ആഹാരം കഴിച്ച വയറിനകത്തൊരു ബുദ്ധിമുട്ട് വരും. ചില സമയത്ത് ബാത്റൂമിൽ പോകാനൊരു ബുദ്ധിമുട്ട് വരും. യേശു നിന്നെ ഇന്ന് സൗഖ്യമാക്കുക. അതില്ല നിന്റെ ഇടത്തെ ഇവിടെ, അത് നേരെ പുറകുവശം, അവിടെ നിനക്ക് ഒരു പ്രയാസമുണ്ട്. ഇന്ന് മോളെ കർത്താവ് സൗഖ്യമാക്കും. ഈ മോളെ പറയും ഒരാൾ നിന്നേ, അങ്ങയുടെ ശക്തി മോളെ തൊടട്ടെ. മോളെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. മോൾ ഇന്ന് വരുമ്പോൾ പ്രാർത്ഥിച്ചില്ലേ, കർത്താവേ എനിക്ക് നിന്നെ ഒന്ന് കാണണം കർത്താവേ. എനിക്കിപ്പോൾ കർത്താവ് തന്നൊരു ആത്മീയ അനുഭവം പറയട്ടെ. ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അയാൾക്കും കൂടെ കർത്താവിനെ കാണാം, അനുഭവിക്കാം. ഞാനിത് പറഞ്ഞു ഇവൾക്കുണ്ടായ അനുഭവം പറയട്ടെ. ഇവളുടെ തലയിൽ നിന്നൊരു ഷോക്ക് പോലെ താഴോട്ട് പോയി. എന്നിട്ട് നെഞ്ചിന്റെ എവിടെ വന്നിട്ട് വിറയ്ക്കാൻ തുടങ്ങി. ഉണ്ടായില്ലേ മോളെ? ഇപ്പോഴും ആ കിടുങ്ങിലകത്തുണ്ട്, ആ വിറയിലകത്തുണ്ട്. അത് ശക്തമാകാൻ പോവുക. നീ ഇപ്പോൾ കർത്താവിനെ അനുഭവിക്കാൻ പോവുക. നീ അനുഭവിച്ചത് കർത്താവിനെയാ. എന്റെ പറയുന്നോണ്ട് ആ ശക്തി അഴിയുക എന്റെ കൂട്ടത്തിൽ. ഇവരെ പറയുന്നു കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് ദൈവശക്തി ഈ കുടുംബം അനുഭവിക്കട്ടെ. ഈ മോള് കർത്താവിനെ അനുഭവിക്കട്ടെ. കർത്താവിന്റെ കൃപയും മോളെ അനുഭവിക്കട്ടെ. ഒത്തിരി സന്തോഷം സിസ്റ്ററിനെ കാണാൻ കഴിഞ്ഞതിൽ. ദൈവം ചെയ്തത് തന്നെയാണല്ലേ. ഇന്നത്തെ ലോകത്തോട് നോക്കിക്കഴിഞ്ഞാൽ ലോകം പറയുന്നത് അവരുടെ കഠിനാധ്വാനവും കഷ്ടപ്പാടുമാണ് ഉയർച്ചയിലെത്തിക്കുന്നത്. തീർച്ചയായിട്ടും കഠിനാധ്വാനം വേണം, കഷ്ടപ്പാട് വേണം, പഠനം വിദ്യാഭ്യാസം ഒക്കെ നല്ലതാണ്. പക്ഷേ സിസ്റ്ററിന് ഉറപ്പുണ്ട് ചില തടസ്സങ്ങൾ മുമ്പിലുണ്ടായിരുന്നു. എന്നാൽ പ്രാർത്ഥനയുടെ ഫലമായി ആ തടസ്സങ്ങൾ മാറി സിസ്റ്റർ ആഗ്രഹിച്ചതിലും മേൽത്തരമായൊരു സ്ഥലത്തേക്ക് സിസ്റ്ററിനൊരു ജോലി ലഭിച്ചു എന്നാണ് പറയുന്നത്. കൈകളടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞേ. ഒരുപക്ഷെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ജോലിയുടെ വിഷയത്തിൽ ഭാരപ്പെടുന്നവരായിരിക്കാം, ഏതെങ്കിലും ടെസ്റ്റുകൾ എഴുതി റിസൾട്ടുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സിസ്റ്റർ പറഞ്ഞതുപോലെ മെഡിക്കൽ ടെസ്റ്റോ ആ വിധത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങുന്നുണ്ടായിരിക്കാം. വിശ്വസിക്കേണ്ടത് ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉറപ്പ് തരുന്നുണ്ട്. യേശുവിൽ വിശ്വസിച്ചാൽ, ആരാധനയിൽ കടന്നു വന്നാൽ, യേശുവിനോട് പ്രാർത്ഥിച്ചാൽ ഒരു അത്ഭുതമുണ്ടാകും. സുനിശ്ചയമാണ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. അപ്പോൾ തന്നെ സിസ്റ്റർ പറയുന്നത് സിസ്റ്ററിന് കുഞ്ഞുനാൾ മുതൽ ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറയാമോ? എനിക്ക് ഒരു 3-4 വയസ്സ് മുതൽ ഡസ്റ്റ് അലർജി ഉണ്ടായിരുന്നു. 3-4 വയസ്സ്, അതായത് വളരെ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ ഡസ്റ്റ് അലർജി ഉണ്ടായിരുന്നു. ചെറിയ പൊടി പോലും തട്ടാൻ പറ്റില്ലായിരുന്നു. കഫകണ്ടി ശ്വാസം മുട്ടൽ വരും. ഒരു 3-2 ഡേയ്സ് അതിന്റെ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ ആയിരുന്നു. അല്പം പോലും പൊടി അടിക്കാൻ പറ്റത്തില്ല, കഫക്കെട്ട് വരും, ശ്വാസം മുട്ടൽ വരും, ഹോസ്പിറ്റലിൽ ചെന്ന് ആവി പിടിക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ അതേ മീറ്റിംഗിൽ തന്നെ ബ്രദർ പറഞ്ഞിരുന്നു
ശ്വാസം മുട്ടൽ കംപ്ലീറ്റ്ലി മാറുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്വാസം മുട്ടൽ കംപ്ലീറ്റ്ലി മാറുന്നു ബ്രദർ പറഞ്ഞു. അതെ. ഓക്കെ. ഇപ്പോ മീറ്റിംഗ് പങ്കെടുത്തപ്പോ 1 വർഷം കഴിഞ്ഞ് ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ ശ്വാസം മുട്ടൽ വന്നിട്ടില്ല. കൈകളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഇത് ഇന്നും ഇന്നലെയോ ഉള്ള പ്രയാസമല്ല, 3-4 വയസ്സിൽ തുടങ്ങിയ പ്രയാസമാണ്. ഇന്നൊരു ജോലിക്കാരിയാണ് നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്നത്. ഇത്രയും വർഷമായിട്ട് സിസ്റ്ററിന് അലർജിയുടെ പ്രയാസമുണ്ട്, ആസ്മയുടെ അല്ലേ, ശ്വാസം മുട്ടലിന്റെ പ്രയാസം ഉണ്ടായിരുന്നു. അല്പം പോലും ഡസ്റ്റ് അടിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അതുല്യ സിസ്റ്ററിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ബ്രദർ ആ വിഷയവും ദൂത് പറഞ്ഞു, പ്രാർത്ഥിച്ചു. അതിനുശേഷം 1 വർഷം കഴിഞ്ഞു. ഇപ്പോൾ അല്പം പോലും അലർജി ഇല്ല, ഡസ്റ്റിന്റെ ബുദ്ധിമുട്ടുകളില്ല, ശ്വാസം മുട്ടലില്ല. യേശു അത്ഭുതകരമായൊരു സൗഖ്യമാണ് അതുല്യ സിസ്റ്റർ വേണ്ടി ചെയ്തത്. കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. സിസ്റ്റർ ലീവിനിടയിലും ഈ സാക്ഷ്യം പറയാൻ വന്നതിൽ സന്തോഷം. സിസ്റ്ററിന് എന്താണ് ഈ സഭയെക്കുറിച്ചും നമ്മുടെ അപ്പോസ്തലനായ ജോൺ ബ്രദറിനെ കുറിച്ചും പറയാനുള്ളത്? ഞാൻ വിശ്വസിക്കുന്നു, കൂടുതൽ വിശ്വാസത്തിലോട്ട് വരുന്നു. കൂടുതൽ വിശ്വാസത്തിൽ ഉറയ്ക്കാനിടയായി അല്ലേ? ബ്രദറിനെ പേഴ്സണലി കാണാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ. എന്തുവായിരുന്നു സിസ്റ്ററിന്റെ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഏപ്രിലിൽ പങ്കെടുത്ത മീറ്റിംഗിൽ ബ്രദർ ഇത് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫിസിക്കലും മെഡിക്കലും ടൈമിൽ എനിക്ക് അണ്ടർ വെയിറ്റ് ആയിരുന്നു. ഇതിപ്പോൾ മെഡിക്കൽ ചെക്കപ്പ് എല്ലാം ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടായിരുന്നു നോക്കിയിട്ടുണ്ടാവുക. മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അണ്ടർ വെയിറ്റ് ആയിരുന്നു. അതുപോലെ HP കൗണ്ട് ഒക്കെ ഭയങ്കര കുറവായിരുന്നു. എനിക്ക് ഗേൾസിന് 12 ആയിരുന്നു വേണ്ടത്, എനിക്ക് 9.5 അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഹീമോഗ്ലോബിൻ ഭയങ്കര കുറവായിരുന്നു, അണ്ടർ വെയിറ്റ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഡയറക്റ്റ് റിജക്ഷൻ ആയിരുന്നു ഇതെല്ലാം ഇങ്ങനെ മെഡിക്കലി പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ എങ്കിൽ ഞാൻ വിശ്വാസത്തിലോട് വന്ന് ഞാൻ ഓരോ തവണ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇല്ല, എനിക്ക് ബ്രദർ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഉറപ്പായും കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. കർത്താവ് അത്ഭുതം ചെയ്തല്ലേ? സിസ്റ്റർ പറയുന്നത് അണ്ടർ വെയിറ്റ് ആണ്, അറിയാം. പോലീസ് ഡിപ്പാർട്ട്മെന്റിലോട്ട് അണ്ടർ വെയിറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ HP കൗണ്ട് കുറവാണ്, തനിക്ക് ഫിസിക്കലി ഫിറ്റ് അല്ലെങ്കിൽ ഒരിക്കലും ഈ ജോലി ലഭിക്കത്തില്ലായിരുന്നു. എന്നാൽ ബ്രദർ നിരന്തരം സിസ്റ്ററിനെ ബലപ്പെടുത്തിക്കൊണ്ടേയിരുന്നു, പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ടുകൊണ്ടേയിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജോലി അതിലൂടെ ലഭിക്കാനിടയായി തീർന്നു. കർത്താവിന് ഇപ്പോൾ എത്രത്തോളം വിശ്വാസവും കർത്താവിൽ ഉറപ്പുണ്ട് സിസ്റ്റർ? എത്രത്തോളം ഉറപ്പുണ്ട് ഇപ്പോൾ? അത്രത്തോളം വിശ്വസിക്കുന്നു. എത്ര നാളായി സിസ്റ്റർ ഈ ഒരു യേശുവിലുള്ള മാർഗത്തിലേക്ക് വന്നിട്ട്? ഞാൻ കുഞ്ഞിലേ വന്നതാ, പക്ഷെ എന്റെ വീട്ടിലെ വിശ്വാസത്തിലായിട്ടില്ല. എന്റെ മേമ വരുമായിരുന്നു, മേമയുടെ ഒപ്പം വരുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്താണ് ഇത്രയും വലിയ അത്ഭുതങ്ങൾ കാണാനിടയായത്. ഇപ്പൊ യേശു മാറാത്ത ദൈവമാണല്ലേ? ചോദിച്ചാൽ എന്തും തരുന്ന ദൈവമാണല്ലേ? അങ്ങനെ വിശ്വസിക്കുന്നു. കരമടിച്ച് എല്ലാവരും കർത്താവിനെ നന്ദി പറഞ്ഞേ. ചോദിച്ചാൽ എന്തും നൽകുന്നൊരു നല്ല കർത്താവാണ് നമുക്കുള്ളത്. സിസ്റ്റർ പറഞ്ഞു കുഞ്ഞുനാളിലെ യേശുവിനെ അറിയാൻ അവസരം കിട്ടി, എന്നാൽ ഫാമിലിയിൽ എല്ലാവർക്കും കർത്താവിനെ അറിയാൻ സാധിച്ചില്ല. എന്നാൽ ഈ കഴിഞ്ഞ നാളുകളിൽ യേശുവിനോട് കൂടുതൽ അടുക്കാനായിട്ടുള്ള അവസരം അതുല്യ സിസ്റ്ററിന് ലഭിച്ചു. അതിന്റെ അത്ഭുതങ്ങളുമായിട്ടാണ് സിസ്റ്റർ നമ്മുടെ നടുവിലായിരിക്കുന്നത്, നമ്മുടെ മുമ്പിലായിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട സിസ്റ്ററിന്റെ സാക്ഷ്യമാണ്. ഉറപ്പുള്ളവർ ചേർന്നൊരിക്കൽ കൂടെ കരമടിച്ച് ആ നല്ല കർത്താവിന് നന്ദി പറഞ്ഞേ. കർത്താവ് ചെയ്ത കൃപയ്ക്കായി നന്ദി പറയാം. ഓരോരുത്തരും തങ്ങളുടെ ലൈഫിൽ കർത്താവ് ചെയ്ത നന്മകളെ സാക്ഷീകരിക്കുമ്പോൾ എത്ര സന്തോഷത്തോടെ അവരായിരിക്കുന്നത്. കാരണം പ്രതീക്ഷയില്ലാതായിപ്പോയി. ആരും ഇനിയും അതിൽ നിന്ന് ഒരാൾക്ക് വിചാരിച്ചാൽ പോലും രക്ഷിക്കാൻ കഴിയാത്ത സ്ഥിതിയിലായിരിക്കുന്നു, അല്ലെങ്കിൽ രക്ഷിക്കാൻ ആരുമില്ല എന്ന സ്ഥിതിയിലായിരിക്കുമ്പോൾ താങ്ങായി വരുന്ന ദൈവത്തിൻ്റെ കരത്തിനെ എത്ര സ്തുതിച്ചാൽ മതിയാകും, എത്ര നന്ദി പറഞ്ഞാലും മതിയാകും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, രോഗത്തിലായിരിക്കുന്നവർ, വേദനയിലായിരിക്കുന്നവർ അങ്ങനത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഇവർ സൗഖ്യത്തിലേക്ക് വരട്ടെ അപ്പാ. പ്രതീക്ഷയില്ലാതെ ഇനി ഈ രോഗത്തിൽ നിന്ന് സൗഖ്യത്തിലേക്ക് വരുമോ എന്ന് ചിന്തിക്കാൻ കഴിയാത്ത സ്ഥിതി. ലോകം പറഞ്ഞത് ഇതിന് മരുന്നില്ല, ഇതിൽ നിന്ന് സൗഖ്യമാകത്തില്ല, ഇത് നിന്നെയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ വാക്കുകളിലായിരിക്കുമ്പോൾ, എന്നാൽ അതിന് സ്റ്റോപ്പിട്ടുകൊണ്ട്, അതിന് ഫുൾ സ്റ്റോപ്പിട്ടുകൊണ്ട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. അവൻ മതിയായവനെന്ന്. ഈ കുടുംബങ്ങൾ സൗഖ്യത്തിലേക്ക് വരട്ടെ അപ്പ. എന്നെ കാണുന്ന ഒരു വ്യക്തി നാളുകളായി കിടക്കയിലാണ്. ആ വ്യക്തിക്ക് കാണാനും കേൾക്കാനും ഒക്കെ കഴിയാം, സംസാരിക്കാൻ കഴിയാം, പക്ഷേ എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാത്ത സ്ഥിതിയിലായിരിക്കുന്ന ആ വ്യക്തിയോട് കർത്താവ് പറയുകയാണ്, ഇത് നിന്റെ അവസാനമല്ല, ഈ രോഗം നിന്റെ അവസാനമല്ല, ഈ കിടക്കയല്ല നിന്റെ അവസാനം. കർത്താവിന് നിന്നെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കുവാനുണ്ട്. എഴുന്നേൽക്കുവാൻ പറയുക. ഹല്ലേലൂയ. നിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവെ, ആ വ്യക്തി ആ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ അപ്പ. ആ വ്യക്തി ആ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ അപ്പ. ആ ശരീരം ആരോഗ്യത്തിലേക്ക് വരട്ടെ അപ്പ. നിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്ന യേശുവേ കർത്താവെ, അതേപോലെ തന്നെ പല ടെസ്റ്റുകൾ ചെയ്തു, ഒത്തിരി പഠിച്ചു അപ്പ, ജീവിതത്തെ കരകയറ്റണമെന്ന പ്രതീക്ഷയോടെ ആയിരിക്കുന്നു. പക്ഷേ വാതിലുകൾ തന്നെ മുൻപിൽ അടഞ്ഞു പോയിരിക്കുക.
വാതിലുകളെ തന്നെ മുൻപിൽ അടഞ്ഞു പോയിരിക്കുക. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. ജീവിതത്തിൽ മുൻപോട്ട് പോകേണ്ടത് എന്തെന്ന് അറിയത്തില്ല, എങ്ങനെയെന്ന് അറിയത്തില്ല. കർത്താവേ, നിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ വീടുകൾ വെളിച്ചം കാണട്ടെ അപ്പാ, ഈ വീടുകൾ വെളിച്ചം കാണട്ടെ അപ്പാ. അവരുടെ മുൻപിൽ തുറന്നിരിക്കുന്ന വാതിലുകളെ കാണട്ടെ അപ്പാ. ഹല്ലേലൂയ. നിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു അപ്പാ. ചില ശ്രേഷ്ഠതകൾ ഇവരുടെ ജീവിതത്തിൽ ഓപ്പൺ ആകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ, കുടുംബങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന്മേലും അവിടുത്തെ അത്ഭുത കരം ചലിക്കണം, അവിടുത്തെ അത്ഭുത കരം ചലിക്കണം. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വലിയ കൃപയിലും നന്മയിലും നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.